വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഹൈബീഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള യുവാക്കൾ ഇടം പിടിച്ച പട്ടികയിൽ സിറ്റിംഗ് എംപിയായ KV തോമസിന് സീറ്റില്ല. പ്രതീക്ഷകൾ തെറ്റിച്ച് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ എതിർപ്പുമായി ഒരു വിഭാഗം പ്രവർത്തകരും രംഗത്ത് വന്നു. സിറ്റിംഗ് എംപിമാരിൽ KV തോമസിനൊഴികെ മറ്റെല്ലാവർക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കണ്ടെത്താൻ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ശശി തരൂരും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും കോഴിക്കോട് MK രാഘവനും വീണ്ടും അംഗത്തിനിറങ്ങും. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഡീൻ കുര്യാക്കോസിനെ തന്നെയാണ് മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. ഹൈബി ഈഡൻ MLA എറണാകുളത്ത് മത്സരിക്കും. തൃശൂരിൽ TN പ്രതാപനും ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും പാലക്കാട് VK ശ്രീകണ്ഠനും മത്സരത്തിനിറങ്ങും. ആലത്തൂരിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസാണ് ഇന്നലെ പുറത്തുവന്ന പട്ടികയിൽ ഇടം പിടിച്ച ഏക വനിതാ സ്ഥാനാർത്ഥി. മുൻ MP K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. കാസർഗോഡ് അവസാനം വരെ പറഞ്ഞു കേട്ട B സുബ്ബയ്യറയെ തള്ളി രാജ്മോഹൻ ഉണ്ണിത്താനാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. രാജ്മോഹനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തു വന്നു. സീറ്റ് നൽകാത്തതിൽ ഇടഞ്ഞു നിൽക്കുന്ന KV തോമസുമായി സോണിയാഗാന്ധി ഇന്ന് ചർച്ച നടത്തും. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളിൽ പലരും പ്രചാരണം ആരംഭിച്ചിരുന്നു. പത്തനംതിട്ട ഉൾപ്പെടെ ആശയക്കുഴപ്പം നിലനിന്നിരുന്ന ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായതോടെ ഇനി UDF പ്രചാരണം ശക്തമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സമുദായ സമവാക്യത്തിലും ഗ്രൂപ്പ് വാശിയിലും തട്ടിയാണ് 4 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത്. വയനാട് T സിദ്ദിഖിന് വേണമെന്ന വാശിയിൽ A ഗ്രൂപ്പും ഷാനിമോൾ ഉസ്മാൻ നൽകുക എന്ന I ഗ്രൂപ്പ് നിർദ്ദേശത്തെ പിന്തുണച്ച് ഹൈക്കമാൻഡും എത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിൽ 12 സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിച്ചത്. സമുദായ സമവാക്യത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലങ്ങളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. വയനാട് T സിദ്ദിഖ് തന്നെ സ്ഥാനാർത്ഥിയാവണമെന്ന ഉറച്ച നിലപാട് അറിയിച്ചാണ് ഉമ്മൻചാണ്ടി മടങ്ങിയത്. ജോസഫ് വാഴയ്ക്കനായി I ഗ്രൂപ്പ് ആവശ്യപ്പെട്ട ഇടുക്കി വിട്ടു നൽകാൻ A ഗ്രൂപ്പ് തയ്യാറാവാത്തതിനെ തുടർന്ന് വയനാട് വിട്ടുതരാനാവില്ലെന്ന് I ഗ്രൂപ്പും അറിയിച്ചു. ഷാനിമോൾ ഉസ്മാനെ വയനാട്ടിൽ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർത്തി. മുതിർന്ന വനിതാ നേതാവായ ഷാനിമോൾ ഉസ്മാന് ഇത്തവണയെങ്കിലും സുരക്ഷിത മണ്ഡലം നൽകണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡും മുന്നോട്ട് വെച്ചു. ഇതോടെ സിദ്ദിഖിനെ പരിഗണിക്കുന്ന വടകര, ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കാൻ കഴിയുന്ന ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും അനിശ്ചിതത്വത്തിലായി. കോൺഗ്രസിന്റെ സമുദായ സമവാക്യം വെച്ച് ഈ 4 മണ്ഡലങ്ങളിൽ 2 ഈഴവ വിഭാഗത്തിൽ നിന്നും 2 മുസ്ലിം വിഭാഗത്തിൽ നിന്നുമാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടത്. ഷാനിമോൾ ഉസ്മാനും T സിദ്ദിഖിനും പുറമെ ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്ന അടൂർ പ്രകാശ് MLA, വടകരയിൽ പരിഗണിച്ച വിദ്യാ ബാലകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ സമിതിക്ക് മുന്നിലുള്ളത്. കേരള നേതാക്കളുമായി ചർച്ച നടത്തി ഇന്നു തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവും കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിക്കുക. R കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ അവശേഷിക്കുന്ന 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സാമുദായിക സമവാക്യം ഉറപ്പാക്കുന്നതിൽ ഉടക്കിയാണ് പ്രഖ്യാപനം നീളുന്നത്. ആലപ്പുഴയിൽ ഈഴവ പ്രാതിനിധ്യം വേണമെന്ന് തീരുമാനിച്ചാൽ അടൂർ പ്രകാശ് മണ്ഡലം മാറും. ഷാനിമോൾ ഉസ്മാൻ ആറ്റിങ്ങലിൽ മത്സരിക്കും. വയനാട്ടിൽ T സിദ്ദിഖ് മത്സരിക്കുന്നതിൽ അവ്യക്തത തുടരുന്നു. വടകരയിൽ കരുത്തനായ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നതിനാൽ വിദ്യാ ബാലകൃഷ്ണന്റെ സാധ്യത മങ്ങുമോ എന്നും ഇന്നറിയാം. തർക്കമുള്ള 4 മണ്ഡലങ്ങളിലേക്ക് ഇന്നലെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ സമർപ്പിക്കപ്പെട്ട പേരുകളും മണ്ഡലവും ഇങ്ങനെ: ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, വയനാട് T സിദ്ദിഖ് VV പ്രകാശ്, വടകര വിദ്യാ ബാലകൃഷ്ണൻ T സിദ്ദിഖ്. എന്നാൽ ഇത് ചർച്ചയ്ക്കെത്തിയപ്പോൾ സാമുദായിക സമവാക്യം പാലിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു നേതാക്കൾ. നിലവിൽ പ്രഖ്യാപിച്ച 12 സീറ്റിൽ സാമുദായിക പ്രാതിനിധ്യം ഇപ്രകാരമാണ്: നായർ 4, ഈഴവ 1, ക്രിസ്ത്യൻ 4, SC/ST 2, മറ്റ് പിന്നോക്ക വിഭാഗം 1. ഈഴവർക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നും അവരെ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. ആലപ്പുഴയിൽ ഈഴവ സമുദായത്തിൽ നിന്നൊരാൾ വന്നാൽ ഗുണം ചെയ്യുമെന്നും ചർച്ചയുണ്ടായി. ഇതോടെയാണ് അടൂർ പ്രകാശിനെ ആലപ്പുഴയിലേക്കും ഷാനിമോളെ ആറ്റിങ്ങലിലേക്കും ആലോചിച്ചത്. എന്നാൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് പ്രവർത്തനം തുടങ്ങിയതും അദ്ദേഹത്തിന്റെ അനുകൂല സാധ്യതകളും ചർച്ചകൾ വഴിമുട്ടിച്ചു. അതേസമയം വയനാടിന്റെ കാര്യത്തിൽ T സിദ്ദിഖ് ശക്തമായ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ A ഗ്രൂപ്പിന് സീറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ A ഗ്രൂപ്പിന് സീറ്റ് കാര്യത്തിൽ വ്യക്തത വരണം. VV പ്രകാശിനു വേണ്ടി AK ആന്റണി രംഗത്തുണ്ട്. VV പ്രകാശിന് അവസരം നൽകുകയാണെങ്കിൽ സിദ്ദിഖ് വടകരയിൽ മത്സരിക്കേണ്ടി വരും. വിദ്യാ ബാലകൃഷ്ണൻ വടകരയിൽ മത്സരിക്കുന്ന സാധ്യത മങ്ങും. P ജയരാജനെ നേരിടാൻ കരുത്തുറ്റ രാഷ്ട്രീയ മുഖം വേണമെന്നാണ് മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉയർന്ന ആവശ്യം. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി.
രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കാസർഗോഡ് DCCയിൽ പൊട്ടിത്തെറി. പുറമെ നിന്നുള്ള സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ. DCC പ്രസിഡന്റിനെതിരെയും പ്രതിഷേധമുണ്ടായി. സുബയ്യറായെ തഴഞ്ഞതിൽ മുസ്ലിം ലീഗിനും അമർഷമുണ്ട്. ഭാഷാ ന്യൂനപക്ഷ മേഖലയായ മഞ്ചേശ്വരത്ത് നിന്നുള്ള നേതാവ് സുബയ്യറയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് അമർഷമുണ്ട്. തീരുമാനം വന്നയുടൻ DCC ഓഫീസിലുണ്ടായിരുന്ന ഭാരവാഹികളടക്കം പ്രതിഷേധവുമായി രംഗത്തു വന്നു. സുബയ്യറയ്ക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ DCC പ്രസിഡന്റാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. നമുക്കൊരു ബേജാറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാസർഗോഡിന്റെ ലോക്കൽ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്നത് വളരെ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ്. പക്ഷേ ഇത് നമ്മൾ ഈ കാസർഗോഡുകാർ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പറയാം അത്രയും. UDF ജില്ലാ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ MC കമറുദ്ദീനും കാസർഗോഡ് MLA NA നെല്ലിക്കുന്നും ഉൾപ്പെടെയുള്ളവർ വൈകിട്ട് മുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാത്ത് DCC ഓഫീസിലുണ്ടായിരുന്നു. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം പുറത്തു വന്നതോടെ സുബയ്യറയും ലീഗ് നേതാക്കളും അടങ്ങുന്ന UDF പ്രവർത്തകർ ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി. രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് DCC ഭാരവാഹികളടക്കം രാജിവെക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധമുന്നയിച്ച് സിറ്റിംഗ് MP KV തോമസിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ശ്രമം. ഇന്ന് സോണിയാഗാന്ധി KV തോമസിനെ കാണും. ഒഴിവാക്കിയതിൽ കടുത്ത ദുഃഖമുണ്ടെന്നും അയോഗ്യത എന്താണ് എന്ന് പാർട്ടി പറയണമെന്നും KV തോമസ് പ്രതികരിച്ചിരുന്നു. പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും KV തോമസ് ഒപ്പമുണ്ടാകുമെന്നായിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ പ്രതികരണം. കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 12 എണ്ണത്തിൽ തീരുമാനമായപ്പോൾ എറണാകുളത്തെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. അവസാന നിമിഷം വരെ സാധ്യത കൽപ്പിച്ചിരുന്ന KV തോമസിന് അത് ഞെട്ടലുണ്ടാക്കി. സൂചന പോലും ഇല്ലാതെ ഒഴിവാക്കിയെന്നും പ്രതിഷേധമുണ്ടെന്നും ആയിരുന്നു പ്രതികരണം. ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖകരമായ ഒരു ദിവസമാണിത്. കാരണം എന്നോട് ആരും ഒരു ചെറിയ സിഗ്നൽ പോലും എന്നോട് പറഞ്ഞു. സീറ്റ് നിഷേധിക്കാൻ കാരണം ഗ്രൂപ്പില്ലാത്തതാണ്. ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി തീരുമാനം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. പാർട്ടിക്ക് വേണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമെന്നും KV തോമസ് പറഞ്ഞു. അല്ല, പാർട്ടിയല്ലേ തീരുമാനം എടുത്തിരിക്കുന്നത്. അതെന്ത് വേണം ഞാനിപ്പോൾ ഷോക്ക്ഡാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് എനിക്ക് അല്ല, അതൊന്നും ഇപ്പം എന്നോട് ചോദിച്ചാൽ നിങ്ങളാണേ പറയൂ. എൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയത്തില്ലല്ലോ. നമ്മൾ ഭാവി നമ്മുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമായിരിക്കും. കൃത്യമായ ആശയവിനിമയം ഇല്ലാത്തതാണ് പരാതിക്ക് കാരണമെന്നായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. എല്ലാ ഘട്ടത്തിലും KV തോമസ് ഒപ്പമുണ്ടാകും. അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചാകും മണ്ഡലത്തിലെ പ്രവർത്തനമെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശംസകളോടുകൂടി തന്നെയാണ്, അദ്ദേഹത്തിന്റെ പരിപൂർണമായ അദ്ദേഹത്തിന്റെ ഗൈഡൻസിലായിരിക്കും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം KV തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമം ആരംഭിച്ചു. AICC സെക്രട്ടറി മുകുൾ വാസനിക് KV തോമസുമായി സംസാരിച്ചു. ഇന്ന് സോണിയാഗാന്ധിയെ KV തോമസ് കാണും. അഹമ്മദ് പട്ടേലും കൂടിക്കാഴ്ച നടത്തും. സീറ്റ് നിഷേധിച്ച സാഹചര്യം വിശദീകരിച്ച് തോമസിനെ അനുനയിപ്പിക്കാനാണ് നീക്കം. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 ഡൽഹി. പ്രഖ്യാപിച്ച മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം കാണാം. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ജനാധിപത്യ മുന്നണിയുടെയും ഒരു ശക്തി ദുർഗമായിരുന്നു ചാലക്കുടി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യമായ സാഹചര്യത്തിൽ ചാലക്കുടി നഷ്ടപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ചാലക്കുടിയെ തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായും ജനാധിപത്യ മുന്നണി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ ദൗത്യം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്നതിന് അഭിമാനം കൊള്ളുന്നു. ഇന്ത്യയുടെ ദേശീയ മൂല്യങ്ങളെയും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെയും നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് വർഗീയതയുടെയും ഫാസിസത്തിൻ്റെയും മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ ശക്തിയിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുക എന്ന ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ആ ദൗത്യം നിറവേറ്റുന്നതിൽ ഒരു സ്ഥാനാർത്ഥിയായി മാറി ജനവിധി തേടുന്നതിനുള്ള അഭിമാനം എനിക്കുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. എൻ്റെ തീരുമാനം ഞാൻ അംഗീകരിച്ചു. ഞാൻ സ്ഥാനാർത്ഥിയായ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ലേ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചും കളത്തിൽ ഇറങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വളരെ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥ UDFന് അനുകൂലം എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. കേരളത്തിലെ ഭരണവും ഡൽഹിയിലെ ഭരണവും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ BJPയുടെയും CPMൻ്റെയും നയങ്ങളും
അതൊക്കെ ജനം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായി മാറും. അതിൻ്റെ ഒക്കെ മധ്യത്തിലാണ് നമ്മുടെ ഈ കൊലപാതക പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സമൂഹം ചർച്ച ചെയ്യുന്ന, സമൂഹത്തിൻ്റെ മനസ്സിനെ കയ്യിലെടുക്കാൻ നമുക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എറണാകുളം മണ്ഡലത്തിൽ UDF വിജയം തുടരുമെന്ന് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒട്ടും വൈകിയിട്ടില്ല എന്നും സിറ്റിംഗ് MP ആയിരുന്ന പ്രൊഫസർ KV തോമസ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ഉൾക്കൊള്ളുമെന്നും ഹൈബി പറഞ്ഞു. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ എറണാകുളം മണ്ഡലത്തിലൊടുവിൽ UDF സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നു. ഹൈബി ഈഡൻ എറണാകുളം നിയോജക മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ഹൈബി ഈഡനാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു അനിശ്ചിതത്വം നീണ്ടു. ഏതാണ്ട് ഒരു 20-20 ഓവർ ക്രിക്കറ്റ് മത്സരത്തിന്റെ ആവേശം നിറഞ്ഞ രീതിയിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോയത്. കൂടുതൽ ചർച്ചയാകാനുള്ള കാരണം തോമസ് മാഷ് ഇവിടുത്തെ സിറ്റിംഗ് MP എന്നുള്ള രീതിയിലാണ്. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അത് കൃത്യമായി ആ ഒരു മെസ്സേജ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തോമസ് മാഷിന്റെ പ്രവർത്തനങ്ങൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു സാധ്യതകൾ എത്രമാത്രം ആണ് കണ്ടിട്ടുള്ളത്? അല്ല, ഈ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പദ്ധതികൾ, അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ MP ഫണ്ട് വിനിയോഗിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ, അദ്ദേഹത്തിന്റെ വിദ്യാധനം ട്രസ്റ്റിന്റെ പ്രോഗ്രാമുകൾ എല്ലാം വളരെ ശ്രദ്ധേയമായ പദ്ധതികളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു പാർലമെന്റേറിയന്റെ ഷൂസിൽ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് കൂടിയാണ്. എറണാകുളം നിയോജക മണ്ഡലത്തിൽ മാത്രമായി അടയാളപ്പെടുത്തുന്നവരുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ഒരു പിന്തുണയോടുകൂടി മാത്രം പിടിച്ചെടുക്കാവുന്ന ഒരു മണ്ഡലമായി എറണാകുളം പാർലമെന്റ് മണ്ഡലത്തെ കാണുന്നുണ്ട്? ഇല്ല, ഒരിക്കലുമില്ല. എല്ലാ വിഭാഗം ആബാലവൃദ്ധം ജനങ്ങളും, പ്രത്യേകിച്ച് വിശ്വാസ പ്രമാണങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റം നടത്തുന്ന ഈ ഗവൺമെന്റിനെതിരെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി മാറും. കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്ന് തന്നെ ഞാൻ കരുതുകയാണിത്. ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് ഹൈബി ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. വളരെ പ്രതീക്ഷ തന്നെയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം വൈകി പ്രഖ്യാപിച്ചു എന്നുള്ളൊരു പരിഭവമില്ല. വളരെ എളുപ്പം തന്നെ മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഈ ദിവസം സമയം രാത്രി വൈകുമ്പോഴും പ്രവർത്തകർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ആശംസകൾ നേരാൻ. ഹൈബിയുടെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് ക്യാമറാമാൻ ഷാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപൻ. ദേശീയ രാഷ്ട്രീയമാണ് ചർച്ചയാകുന്നത് എന്നും എതിർ സ്ഥാനാർത്ഥികളെ വില കുറച്ച് കാണുന്നില്ല എന്നും TN പ്രതാപൻ ന്യൂസ് 18നോട് പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നമ്മോടൊപ്പം ചേരുകയാണ്. പാർട്ടി നൽകിയ അംഗീകാരമായിട്ടാണോ കാണുന്നത്? ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഞാനൊരിക്കലും അങ്ങനെ ഒരു സ്ഥാനത്ത് പ്രതീക്ഷിച്ച ആളല്ല. ഇത് പാർട്ടി എനിക്ക് നൽകിയ ഒരു വലിയ ഗിഫ്റ്റാണ്. കാരണം ഞാൻ വളരെ സാധാരണക്കാരനായ ഒരാളാണ്, വളരെ സാധാരണക്കാരനായ ഒരാളാണ്. വളരെ താഴെ ലെവലിൽ നിന്ന് വന്നതാണ്. അത് വ്യക്തിജീവിതമായാലും കുടുംബജീവിതമായാലും അങ്ങനെ വന്ന ആളാണ്. ഞാൻ ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റും സ്കൂൾ ലീഡറും അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് താഴെ നിന്ന് വന്ന ഒരാളാണ്. എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ മണ്ഡലത്തിൽ UDFനുള്ളത്? ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിനെ സ്നേഹിക്കുന്നൊരു ജനതയാണ് തൃശ്ശൂർ ജനത. ഭയങ്കര സെക്കുലറാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. അതുകൊണ്ട് അവർക്ക് ദേശീയ തലത്തിൽ ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനനുകൂലമായ ഒരു പിന്തുണ നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ജനിച്ച മണ്ണിൽ ജീവിച്ച മണ്ണിൽ ഞാനൊരു സ്കൂൾ കുട്ടിയായി നിക്കറിട്ട് നടക്കണ കാലം മുതൽ എൻ്റെ എല്ലാ ദൗർബല്യങ്ങളും എല്ലാ പോരായ്മകളും അറിയുന്ന ഒരു ജനതയാണ് തൃശ്ശൂരിലെ ജനത. സ്ഥാനാർത്ഥിയാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. LDF നേരത്തെ പ്രചാരണം തുടങ്ങിയത് പ്രശ്നമല്ല, അതിനെ മറികടക്കാൻ കഴിയുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ചേരുന്നു. എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നതാണ് അങ്ങയുടെ സ്ഥാനാർത്ഥി? നല്ല ആത്മവിശ്വാസമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ എല്ലാ ഒരുക്കങ്ങളും ആദ്യമായിട്ടൊരു പക്ഷേ പൂർത്തിയാക്കിയത് ഇപ്പോഴാണ്. പാലക്കാട് ജില്ല, പാലക്കാട് ലോക്സഭ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ പാലക്കാടും ആലത്തൂരും പൊന്നാനിയിലെ തൃത്താല ഉൾപ്പെടുന്ന ഈ ജില്ല പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കി. UDF സംവിധാനം ഒറ്റക്കെട്ടാണ്. കോൺഗ്രസ് വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നടത്തിയിരിക്കുകയാണ്. ഈ LDF അവരവരുടെ പര്യടനം വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കൺവെൻഷനുകളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിലാക്കേണ്ടതുണ്ടോ? അത് എത്രത്തോളം ശ്രമകരമാണ്? കഴിഞ്ഞ 25 ദിവസമായി പാലക്കാട് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ അവതരിപ്പിക്കേണ്ട കുറ്റപത്രം, അതും കേന്ദ്ര ഗവൺമെന്റിനെതിരായും സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു.
ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത രമ്യ ഹരിദാസും വിജയപ്രതീക്ഷ പങ്കുവച്ചു. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. UDFന്റെ ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. നിങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു, എന്തു തോന്നുന്നു? വലിയൊരു അംഗീകാരം തന്നെയാണ് പാർട്ടി ഈ ഒരു അവസരത്തിൽ തന്നിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും പാർട്ടി പരിഗണിച്ച ഒരു വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ ഈ പാർട്ടിയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളെല്ലാം പാർട്ടി എന്നും അംഗീകരിച്ചിട്ടേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി BJP ദേശീയ നേതൃത്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നും തുടരും. ഏപ്രിൽ 11 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള 91 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം രാത്രി വൈകിയാണ് സമാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയും സമിതിയുടെ പരിഗണനയ്ക്ക് വന്നു. എന്നാൽ BDJSുമായുള്ള അന്തിമ ധാരണയ്ക്ക് ശേഷമേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകൂ. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ഡൽഹിയിലെത്തും. അമിത്ഷായുമായും BJP കേന്ദ്ര നേതൃത്വവുമായും ചർച്ച നടത്തും. തൃശൂരിൽ മത്സരിക്കണമെന്നാണ് ആവശ്യമെങ്കിലും മത്സരത്തിനില്ലെന്ന് തുഷാർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തുഷാറിനെ ഡൽഹിക്ക് വിളിപ്പിച്ചത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമാണ് അന്തിമ തീരുമാനമായത്. പത്തനംതിട്ടയിൽ PA ശ്രീധരൻപിള്ളയ്ക്കാണ് സാധ്യത. അൽഫോൺസ് കണ്ണന്താനത്തെ എറണാകുളത്ത് പരിഗണിക്കുന്നുണ്ട്. BDJS നിലപാടുകൂടി അനുസരിച്ചായിരിക്കും മറ്റു മണ്ഡലങ്ങളിൽ തീരുമാനമെടുക്കുക. ന്യൂസ് 18 ഡൽഹി. മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും. ഈ ആഴ്ച കൊണ്ട് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇടതുമുന്നണി ശ്രമം. ജില്ലകളുടെ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളുടെ ചുമതല സംസ്ഥാന സമിതി അംഗങ്ങൾക്കുമാണ് CPM നൽകിയത്. ഇതിനു പുറമെ 10 മണ്ഡലങ്ങളിൽ വീതം പിണറായിയും കോടിയേരിയും നേരിട്ട് പ്രവർത്തനം വിലയിരുത്തും. ചില മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കും. ഇന്നലെ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത പിണറായിയും കോടിയേരിയും പ്രവർത്തനം വിലയിരുത്തി. വിജയം ഉറപ്പെങ്കിലും അമിത ആത്മവിശ്വാസം പാടില്ലെന്ന നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. കൊല്ലത്തും മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പിണറായി പങ്കെടുത്തു. ഇത്തരത്തിൽ എതിർ സ്ഥാനാർത്ഥികൾ ആരെന്ന് വ്യക്തമാകും മുമ്പേ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം പിന്നിടുകയാണ് ഇടതുമുന്നണി. സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു. അതോടുകൂടി വളരെ വലിയൊരു മുൻകൈ ഇതിലുണ്ടായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. മറ്റൊരു കഴിഞ്ഞ കാലത്തൊന്നും ഇത്തരത്തിലുണ്ടായിട്ടില്ല. വലിയൊരു മുൻകൈ നേടിയിട്ടുണ്ട്. പ്രഖ്യാപനത്തോടു കൂടി LDF എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് ഞങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് LDFന്റെ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 പാർലമെന്റ് ഉണ്ടല്ലോ, 20 പാർലമെന്റിലും കൺവെൻഷൻ കഴിഞ്ഞല്ലോ. പാർലമെന്റ്, അസംബ്ലി, നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി. ചിലയിടങ്ങളിൽ മേഖലാ കൺവെൻഷനുകളും നടന്നു. 22-നുള്ളിൽ ബൂത്ത് കൺവെൻഷനുകൾ പൂർത്തിയാക്കും. തുടർന്ന് ഇടതുമുന്നണി സ്ക്വാഡ് പ്രവർത്തനത്തിലേക്കും കുടുംബയോഗങ്ങളിലേക്കും കടക്കും. ഇതിലും പ്രധാന നേതാക്കൾ പങ്കെടുക്കും. മണ്ഡലത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊക്കെ ഇതിനകം സ്ഥാനാർത്ഥികളും ഒരു തവണ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാട് തുടരുമെന്ന് NSS. ഈശ്വരവിശ്വാസം നിലനിർത്താൻ രാഷ്ട്രീയത്തിന് അതീതമായ നിലപാട് സ്വീകരിക്കുമെന്നും NSS വ്യക്തമാക്കി. എന്നാൽ ഏതെങ്കിലും കക്ഷിയുടെ ഭാഗമായി പ്രവർത്തിക്കില്ല എന്നും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ വാർത്താക്കുറിപ്പ് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം തന്നെയെന്ന് വിശേഷിപ്പിച്ചാണ് NSS നിലപാട് വ്യക്തമാക്കുന്നത്. ഈശ്വരവിശ്വാസം നിലനിർത്താൻ NSS എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാനുള്ള നീക്കത്തിനെതിരെ രാഷ്ട്രീയത്തിന് അതീതമായ നിലപാട് സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. ഏതെങ്കിലും കക്ഷിയോട് ചേർന്ന് നിൽക്കാൻ NSS ഇല്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടാനും ഉദ്ദേശിക്കുന്നില്ലെന്ന് G. സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. സർക്കാരിനെതിരായ നിലപാടായി NSS വാർത്താക്കുറിപ്പ് മാറുകയാണ്. നേരത്തെ ശബരിമല വിഷയത്തിൽ CPM-ഉം NSS-ഉം തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് ഉണ്ടായത്. അനുനയ നീക്കമെന്ന നിലയിൽ NSS-ഉമായി ചർച്ച നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് തള്ളുകയാണ് NSS ചെയ്തത്. ഇടതുപക്ഷത്തിനെതിരായ നിലപാട് NSS ആവർത്തിക്കുമ്പോൾ ഇത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നത് കണ്ടറിയണം. ന്യൂസ് 18 കോട്ടയം. ഗോവയിൽ സർക്കാർ ഉണ്ടാക്കാൻ വീണ്ടും അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ്. BJP MLA-യുടെ മരണത്തെ തുടർന്നാണ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായി എന്നും സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ വാദം. ആവശ്യമുന്നയിച്ച് ഗവർണർക്ക് കോൺഗ്രസ് കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം.
പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് കാൽവേക്കറാണ് ഗവർണർ മൃദുല സിൻഹയ്ക്ക് കത്ത് നൽകിയത്. ബിജെപി എംഎൽഎ ഫ്രാൻസിസ് ഡിസൂസ മരിച്ചതിനെ തുടർന്നാണ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ ഫണ്ട് തിരിമറിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് എസ്പി ഷാജി സൂണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രാഥമിക അന്വേഷണം നടത്തുക. 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് ഡിജിപിയുടെ നിർദ്ദേശം. പ്രാഥമിക പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. സംഘടനയുടെ ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ തട്ടിയെടുത്തുവെന്നാണ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി മുകേഷിന്റെ പരാതിയിൽ പറയുന്നത്. വ്യാഴാഴ്ചയാണ് സിബി മുകേഷ് ഡിജിപിക്ക് പരാതി നൽകിയത്. ന്യൂസിലാൻഡ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട മലയാളി ആൻസിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമം തുടങ്ങി. കാണാതായ 6 ഇന്ത്യക്കാരിൽ 5 പേർ മരിച്ചതായി ന്യൂസിലാൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സ്ഥിരീകരിച്ചു. വെടിവയ്പിൽ മരണം 50ആയി. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിലുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ട തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അൻസി അലിബാവയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ബന്ധുക്കളും സർക്കാരും തുടരുകയാണ്. അൻസിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഭർത്താവ് അബ്ദുൽ നാസറും പ്രവാസി സംഘടനാ പ്രതിനിധികളും ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണമായതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നാണ് സൂചന. ശനി ഞായർ ദിവസങ്ങളിൽ അവധിയായതിനാൽ നാളെ മാത്രമേ ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിലുള്ള നടപടികൾ ഉണ്ടാകൂ. കൊല്ലപ്പെട്ടവരിൽ അധികവും വിദേശികളായതിനാൽ അതത് രാജ്യങ്ങളിലെ എംബസികളുമായി ന്യൂസിലൻഡ് വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയം നടത്തുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വെടിവയ്പിൽ കാണാതായ 6 പേരിൽ 5 പേരും മരിച്ചതായി ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ട്വിറ്ററിൽ അറിയിച്ചു. മെഹബൂബ് ഖൊഹാർ, റമീസ് ഓറ, സഹോദരൻ ആസിഫ് വോറ, ഒസൈർ ഹാദിർ എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റ് ഇന്ത്യക്കാർ. വെടിവയ്പിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി ഇന്നലെ മരിച്ചു. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 50ആയി. വെടിവയ്പ് നടത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ബ്രെൻ ടൊറാന്റ് ഒറ്റയ്ക്കാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരം നഗരത്തിലെ ഗുണ്ടാ മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ സിറ്റി പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഭാഗമായി വ്യാപക അറസ്റ്റ്. പരിശോധനയുടെ ആദ്യ ദിനം 422 പേർ അറസ്റ്റിലായി. അതേസമയം ശ്രീവരാഹത്ത് മയക്കുമരുന്ന് സംഘം യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ മുഖ്യപ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഭാഗമായി സിറ്റി പോലീസിന് കീഴിലെ 41 സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആകെ 422 പേർ പിടിയിലായി. നഗരത്തിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച വാഹന പരിശോധന രാത്രി വൈകിയും തുടർന്നു. സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദിന്റെ നേതൃത്വത്തിൽ പ്രാവച്ചമ്പലത്ത് നടത്തിയ പരിശോധനയിൽ വൻതോതിൽ പാൻപരാഗ് പിടികൂടിയിരുന്നു. ശ്രീവരാഹത്ത് ലഹരി സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ പുന്നപുരം സ്വദേശി ശ്യാം കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതി അർജുനെ കണ്ടെത്താൻ പോലീസിന് 3ാം ദിവസവും സാധിച്ചില്ല. ലഹരി മാഫിയ സംഘം കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ പരിധിയിൽ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾ തഴച്ചു വളരുകയാണ് എന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ ബോൾട്ടിലൂടെ മാഫിയ സംഘങ്ങളെ പൂർണ്ണമായും അമർച്ച ചെയ്യാനാണ് ADGP മനോജ് എബ്രഹാം സിറ്റി പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ ഇന്ന് 6ാം ഉത്സവം. ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ വിളക്കെഴുന്നള്ളിപ്പ് ഇന്നലെ ആരംഭിച്ചു. സന്നിധാനത്ത് തീർത്ഥാടക തിരക്കിലും വർധന ഉണ്ടായിട്ടുണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.